ലുലു ഇനി പാലക്കാടിൻ്റെ മണ്ണിലും. ലുലു പാലക്കാടിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിൽ പകർത്തിയ കുറച്ച് കാഴ്ചകളായാലോ. ഹലോ നമസ്കാരം, ഇറ്റ്സ് മീ മല്ലു ഫുഡ് വോയേജർ. ഡിസംബർ 18 ഉച്ചയ്ക്ക് 3 മണിക്ക് യൂസഫ് അലി സാറാണ് കേട്ടോ അത് ഉദ്ഘാടനം ചെയ്തത്. അന്നേ ദിവസം ഏകദേശം ഒരു 5-5:30 മണിക്കാണ് ഞാനിവിടെ വിസിറ്റ് ചെയ്തത്. ഒരു പൂരത്തിനുള്ള ജനമല്ല, ഒരു 10 പൂരത്തിനുള്ള ജനം അവിടെ ഉണ്ടായിരുന്നുണ്ടോ. എങ്ങനെയൊക്കെയോ വണ്ടി ഒന്ന് പാർക്ക് ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ലുലു മാളിൻ്റെ അകത്തേക്ക് ഒന്ന് കയറാൻ പറ്റിയത്. എൻട്രൻസിൽ തന്നെ ലുലു പാലക്കാട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻട്രോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ലുലു മാളിൻ്റെ അകത്തോട്ട് നേരെ കയറുമ്പോൾ തന്നെ നോർത്ത് റിപ്പബ്ലിക്, അമേരിക്കൻ ടൂറിസ്റ്റർ, അങ്ങനത്തെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്സ് ഉണ്ടായിരുന്നുണ്ട്. ഈ ബ്രാൻഡഡ് ഷോപ്സിൻ്റെ ഇടയിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നുണ്ട്. ആ വഴി നേരെ പോകുന്നത് ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്കായിരുന്നു. ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ എൻ്റെ നേരെ ഓപ്പോസിറ്റ് നല്ലൊരു ടീ സ്പോട്ട് ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് കയറി. വാഷിംഗ് പൗഡറായിട്ടും ബുക്സായിട്ടും സ്റ്റേഷനറി ആയിട്ടും ഇപ്പോൾ മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ അതിനകത്തുണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് കുറച്ച് മീൻ വാങ്ങാനുള്ളതുകൊണ്ട് ഞാൻ നേരെ മീനിൻ്റെ സെക്ഷനിൽ അങ്ങോട്ടാണ് പോയത്. ഏകദേശം ഒരു 30+ വെറൈറ്റീസ് ഓഫ് ഫിഷസ് അവിടെ ഉണ്ട്. അതുപോലെ ക്രാബ് ഉണ്ട്, ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മീറ്റിൻ്റെ സെക്ഷനിലാണെങ്കിൽ ബീഫ് ടിക്ക പീസ്, ലോക്കൽ ബീഫിൻ്റെ ഒരു സെക്ഷൻ, അങ്ങനെ ബീഫിൽ തന്നെ പല വെറൈറ്റീസ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചിക്കൻ്റെ സെക്ഷനിലാണെങ്കിൽ അതിനും ഒരുപാട് വെറൈറ്റീസ്. അതുപോലെ തന്നെ ലാമ്പിൻ്റെ സെക്ഷനിലാണെങ്കിൽ അവിടെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ നോൺ വെജ് വാങ്ങാൻ വരുന്ന ആൾക്കാർ എന്ത് എടുക്കണം എന്നുള്ള കൺഫ്യൂഷനിൽ അവിടെ നിന്നു പോകും. അങ്ങനെയായിരുന്നു അവിടുത്തെ അവസ്ഥ. ഇതൊക്കെ കഴിഞ്ഞ് നേരെ വിട്ടത് വെജിറ്റബിൾസിൻ്റെ സെക്ഷനിലേക്ക് കേട്ടോ. മഞ്ഞ, പച്ച, ചുവപ്പ്, അങ്ങനെ ഓരോ കളറാക്കിയിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കളർഫുള്ളായിരുന്നു. പിന്നെ അവിടെ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, കേക്ക്സിനും വൈൻസിനൊക്കെ വേണ്ടിയിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, ബിസ്ക്കറ്റ്സിന് വേണ്ടി സെക്ഷൻ, അങ്ങനെ ഓരോരോ സെക്ഷനായിട്ട് ഈ ഗ്രോസറി, സ്റ്റേഷനറീസും ഒക്കെ അവിടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കണ്ടും എടുത്തും പർച്ചേസ് ചെയ്തും ടയേർഡായിട്ട് അവസാനം ഞാൻ ആ സ്പോട്ടിൽ എത്തിപ്പെട്ടുണ്ടാ. ലുലുവിൻ്റെ ദ ഗ്രേറ്റ് കിച്ചൺ. അവിടെ ഫുഡിൻ്റെ ഒരു ഏരിയ തന്നെയായിരുന്നു കേട്ടോ. അറേബ്യൻ, ടർക്കിഷ്, ഇന്ത്യൻ, അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ബ്രെഡ്സിന് വേണ്ടിയിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, കേരള ഡിഷസിന് വേണ്ടിയിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, ഷവർമയ്ക്ക് വേണ്ടിയിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, സ്നാക്സിൻ്റെ ഒരു സെക്ഷൻ, ഇന്ത്യൻ ഡിഷസിന് വേണ്ടിയിട്ടൊരു സെക്ഷൻ, അതുപോലെ ബ്രോസ്റ്റഡിന് വേണ്ടിയിട്ടൊരു സെക്ഷൻ. ഇവിടെ ഇല്ലാത്തൊരു ഡിഷ് കാണിച്ചു തരുന്നവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെൻറ്റ് എന്ന് പറയാൻ പറ്റുന്നൊരു സ്ഥലം. ഞാൻ അവിടുത്തെ ബേക്കറിയിൽ നിന്ന് ഒരു മീറ്റ് ബണ്ണും വെജ് പാൻ പിസിയും ചിക്കൻ ടിക്ക ബണ്ണും കഴിച്ചിട്ടുണ്ടാകും. 3 നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫുഡ് അടി കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഹൈപ്പർ മാർക്കറ്റിന് പുറത്തിറങ്ങി കേട്ടോ. അതിന് പുറത്ത് പിന്നെ മെൻസ് ഫാഷനും ലേഡീസ് ഫാഷനൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് പിന്നെ ഞങ്ങൾ കയറാനൊന്നുമില്ല. ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുറത്തും ഫുഡ് സ്പോട്ടിന് ഒരു പഞ്ഞും ഉണ്ടായിരുന്നില്ല കേട്ടോ. മോമോ ആൻഡ് മീ, പിന്നെ ചിക്കിങ്സ്, ടോപ്പിൻ ടൗണ്, ഫലൂഡ നാഷൻ, അങ്ങനെ പുറത്തും ഒരുപാട് ഫുഡ് സ്പോട്ടുകൾ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് നമുക്കൊക്കെ വയസ്സായി പോയി എന്ന് ഓർമ്മിപ്പിക്കും വിധം നമ്മുടെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക സെക്ഷൻ ഉണ്ട് കേട്ടോ. വീഡിയോ ഗെയിംസും ചെറിയ റൈഡ്സൊക്കെ ആയിട്ട് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. അതുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ലുലു മാളിൻ്റെ ഒരുവിധ ഏരിയ ഒക്കെ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ശരി, ഇത്രയേ ഉള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.